ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന മാംഗല്യം എപ്പിസോഡിനത് സച്ചിയെ തട്ടിക്കൊണ്ട് പോകുന്ന ഈ സംഘത്തിൻ്റെ ഇടയിൽ നിന്ന് സച്ചിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, അതോ സച്ചിയുടെ തലയ്ക്കടിച്ച് ഈ വീഴ്ത്തുന്നതിൽ സച്ചിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സസ്പെൻസാണ് നമ്മൾ ഇന്ന് ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മിന്നൽ വിജുവിൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരുത്തിയും കൂടെ ചെന്ന് രണ്ടുപേരും കൂടെ ചെന്ന് സച്ചി എന്താണ് തട്ടിക്കൊണ്ട് പോകുക. സച്ചിയുടെ നെഞ്ചിനകത്താണെങ്കിലും ഗൺ പോയിന്റ് സച്ചി നിർത്തിയിട്ട് പറയാം, അച്ഛൻ്റെ ഫോൺ എടുക്കുന്നതിന് മുന്നേ തന്നെ നീ ഇവിടുന്ന് ഒരു കമാന്നൊരു അക്ഷരം പറയാതെ ഒറ്റൊരു കാര്യം പറയുള്ളൂ, ഞാൻ ഉടൻ തന്നെ വീട്ടിൽ എത്തും, എവിടാ ഏതാ എന്ന് മറ്റൊരു കാര്യം ചോദിക്കുന്ന മുമ്പേ ഫോൺ കട്ട് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചൻ്റെ കോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് കോൾ കട്ടാണ്. വിഷമിക്കേണ്ട, നിന്നോട് സ്നേഹമുള്ള ഭാര്യ നീ ഒന്നും കൂടെ വിളിക്കുന്ന പറയുമ്പോഴത്തേക്കും അർച്ചനെ വീണ്ടും വിളിക്കുക. ഉടനെ സച്ചിയുടെ എവിടെ എത്തി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്താ ഇപ്പം വീട്ടിൽ എത്തുന്നു പറഞ്ഞിട്ട് സച്ചി എന്താണ് ബാക്കിയൊന്നും പറയാൻ ഇവർ സമ്മതിച്ചതില്ല. അപ്പോഴത്തേക്ക് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര ഡൗട്ടാണ്, എന്താ സച്ചിയുടെ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തതെന്നുള്ള രീതിയിൽ ഭയങ്കര ഡൗട്ടും ഭയങ്കര എന്താണ് പേടിക്കാത്താണ് അർച്ചന അങ്ങ് ഫോൺ വെച്ചിരിക്കുന്നത്. എന്തോ അർച്ചനയ്ക്ക് അപ്പം തന്നെ ഒരു പന്തികേട് തോന്നുന്നു. കാരണം ഇന്നൊരു രാത്രി മാത്രമേ ഉള്ളൂ സച്ചിക്കും അർച്ചനയ്ക്കും ഈ കളി ജയിക്കാനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവന്തിക്കും ദർശനും ഇവരെ കൊടുക്കാനുമുള്ളത് ഏക രാത്രി മാത്രം. ഇതിൽ എന്താണ് ഏത് ടീമാണ് വിൻ ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു മത്സരം തന്നെയാണ് നല്ല ശക്തമായ രീതിയിൽ നടക്കുന്നത്. പക്ഷേ ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ കേട്ട് കാറ് മാറ്റി അടുത്ത ദിശയിലേക്ക് തിരിച്ചല്ലോ. അപ്പം ആ ദിശയിലേക്ക് ഇവർ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെ പോകാൻ സച്ചി പെട്ടെന്ന് കാർ സഡൻ ബ്രേക്ക് ഇട്ട് എന്താണ് ഒരു സ്ഥലത്ത് നിർത്തുക. ആ വിജനമായ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് സച്ചി കാറിൽ നിന്ന് ഇറങ്ങുവാണ്. ഉടൻ തന്നെ മിന്നൽ വിജുവും കൂട്ടാളിയും പിറകെ ഇറങ്ങുന്നുണ്ട്. ഉടനെ സച്ചി എന്താണ് ഒരു ഫൈറ്റ് സീനാണ്. മിന്നൽ ബിജുവിനൊക്കെ അടിച്ച് വീഴ്ത്തി മിന്നൽ ബിജുവിന് എന്താണ് നല്ലൊരു പഞ്ചറാക്കി തന്നെ ഈ പറഞ്ഞവളാണെങ്കിൽ തള്ളി തറയിടുകയും ചെയ്തു. പക്ഷേ തറയിട്ടവള് അവിടെ ചുമ്മാ അടയും കിടക്കാതെ അവിടെ നിന്നാണ് ഒരു നല്ലൊരു കമ്പോ കട്ടയോ വലിയൊരു കഷ്ണമോ എടുത്തുകൊണ്ട് സച്ചിയുടെ പിറകെ തന്നെ വരുമോ. അപ്പം മിന്നൽ ബിജുവിനെ നല്ല ലോക്കി സച്ചി പിടിച്ച് കാറിനകത്ത് ഇടിച്ച് പാളിഷാക്കി അടിപൊളി ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫൈറ്റ് സീനായിരുന്നു. അങ്ങനെ സച്ചി പാളിഷാക്കി നിർത്തുമ്പോഴാണ് സച്ചിയുടെ പിറകിൽ നിന്ന് വന്ന് ഇവൾ തലയ്ക്ക് ഒറ്റൊരു അടി അടിക്കുന്നത്. അതായിരിക്കും നമ്മളെല്ലാവരും പ്രോമോയിൽ കണ്ടത്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കുന്നതാണ് എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷ. അപ്പോൾ അതിനുശേഷം എന്താണ് സച്ചി ഇവരുടെ വരുതിയിലെത്തി. ആ പരിധി എത്തിയ സച്ചിയും കൊണ്ട് ഇവർ നേരെ എന്താണ് മറ്റൊരു വീട്, എനിക്കത് കണ്ടിട്ട് തോന്നുന്നു ധനുഷ് ഇപ്പം താമസിക്കുമെന്ന് പറഞ്ഞൊരു വീടുണ്ടല്ലോ, ആ വീടാണോ എന്ന് എനിക്ക് കണ്ടിട്ട് ഒരു ഡൗട്ടുണ്ട്, അതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വെള്ളത്തിൻ്റെ അകത്ത്, അതായത് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പൂൾ പോലെ തോന്നും, പക്ഷേ അത് അത്ര വലിയൊരു പൂളിൻ്റെ കണക്കിൽ കൂട്ടാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് സച്ചി എന്താണ് വെള്ളത്തിലേക്ക് കെട്ടിയിട്ട് രണ്ട് കൈയും കെട്ടിയിട്ട് കാലും കെട്ടി സച്ചി അവിടെ ഇട്ടിരിക്കുവാണ്. ആണെങ്കിലോ ആ സമയത്ത് തന്നെ വീണ്ടും ഒന്നുകൂടെ സച്ചിയുടെ നമ്പറിൽ ട്രൈ ചെയ്യുമ്പോൾ അർച്ചനയ്ക്ക് കേൾക്കുന്നത് ഈ നമ്പർ താൽക്കാലികം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. അപ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ആദ്യം തന്നെ സച്ചിയേട്ടൻ ഒറ്റൊരു വാക്കേ സംസാരിച്ചുള്ളൂ, സന്ദീപിനെ കാണാൻ എത്തിയോ ഒന്നും അറിയത്തില്ല. അർച്ചന ഭയങ്കര ടെൻഷൻ. ഉടനെ തന്നെ സന്ദീപിനെ വിളിക്കുമോ, സന്ദീപ് സച്ചിയേട്ടൻ അവിടെ എത്തിയോ, ഇല്ല ഏട്ടത്തി, സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോ, സച്ചിയേട്ടൻ്റെ അടുത്ത് എന്നെ 100 വട്ടം പറഞ്ഞാൽ എന്നെ കൂട്ടാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ വാശി പിടിച്ചിരിക്കുമോ, ഞാൻ ഇന്ന് വന്നേ പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞാൽ സച്ചിയേട്ടൻ മനസ്സിലാകുന്നത്. സന്ദീപ് കുറേ പരാതി പറയും. സന്ദീപിന് ഈ കാര്യം എന്ത് സംഭവിച്ചെന്ന് സന്ദീപിന് അറിയത്തില്ലോ. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് സച്ചി അവിടെ എത്തിയിട്ടുമില്ല, സച്ചി അങ്ങോട്ടേക്ക് വരുന്നതെന്ന് തന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഇതുവരെ വന്നില്ല, വീട്ടിലെത്തിയില്ല. സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അർച്ചനയ്ക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ അർച്ചന എന്താണ് സന്ദീപിന് പറയുന്നതൊക്കെ കേട്ടിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് അർച്ചന ഭയങ്കര ടെൻഷൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ സച്ചി കെട്ടിയിട്ടിരിക്കുമല്ലേ, താഴെയാണെങ്കിലോ വിവാഹത്തിൻ്റെ പൊടിപൂരം നടക്കുക. കാരണം മൈലാഞ്ചി കല്യാണത്തിൻ്റെ പൂരങ്ങളും തന്നെ ധനുഷിനെയും സ്നേഹനെയും പല കോപ്രായത്തനങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അവന്തിക്ക് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവന്തിക്ക് ഒന്ന് എന്താണ് ധനുഷിനെ ഭയങ്കര തുറിച്ച് നോക്കുവാണ്, നീ ഇവളുടെ കൂടെ നിൽക്കുവാണോ. അവന്തിക്ക് മുന്നേ തന്നെ എന്താണ് ഇവൻ ഈ മിന്നൽ ബിജുവിന് പൈസ കൊടുക്കുന്നതും രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധനുഷിന് എന്താണ് അവന്തികയുടെ പിറകെ പട്ടിയെ പോലെ നടക്കാൻ മാത്രമേ ഇനി ഒരു യോഗമുള്ളൂ. പക്ഷേ ധനുഷ് അവന്തിക നോക്കുന്ന കാണുമ്പോൾ തന്നെ ധനുഷിന് ഭയങ്കര മുട്ടടിക്കുന്ന പേടിയാണ്. ഇനി അവന്തിക ഇത് പറഞ്ഞ് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കുമോ എന്ന് ധനുഷ് അവിടെ അതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവന്തിക ധനുഷ് നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്തിക അവിടെ നിന്ന് കാണാതായി. അതായത് അവന്തികയ്ക്ക് ഇതൊന്നും കണ്ട് അവിടെ സഹിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഒരു രീതിയിലും പറ്റാത്തതുകൊണ്ട് അവന്തിക അവിടെ നിന്ന് മാറിക്കളഞ്ഞ്. ധനുഷ് എന്താണ് അവന്തിക പോയപ്പോഴും ധനുഷ് ചേച്ചി ഒരു സമാധാനം. അപ്പോഴത്തേക്കും സ്നേഹയുടെ കൂടെ നന്നായിട്ട് ആ വിവാഹത്തിനകത്ത് പുതുമണവാളനായി നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കറക്റ്റ് ധനുഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് വിളിക്കുന്നത് മിന്നൽ ബിജു ആണ് വിളിക്കുന്നത്. അതായത് സച്ചിൻ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ കിടത്തിയിരിക്കുന്ന കാര്യം വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഫോണാണ് കണ്ടതും ഇവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി ഈ ഫോൺ അറ്റൻഡ് ചെയ്യുക. സാറേ, ഞാൻ സാറ് തന്ന പണി വെടിപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സാറിന് അവനെ കാണിച്ചു തരാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചത്. അവനതേണ്ട സാറേ വീഡിയോ കോൾ ഇപ്പം കാണിച്ചത്. സച്ചി പാവം അവശ്യ നിലയ്ക്കത് സച്ചി എന്താണ് ഒരു ബോധവും ഇല്ലാതെ കിടക്കുന്ന സച്ചിനെയാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സച്ചി കാണുമ്പോഴത്തേക്കും ഇവന് ഭയങ്കര സന്തോഷം. വീഡിയോ കോളിൽ കണ്ട് സച്ചി വീണല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയിലിരിക്കുവാണ് ഈ ധനുഷ്. ഈ സമയം തന്നെ സ്നേഹ ഈ ധനുഷ് പോയതിൻ്റെ പിറകെ തന്നെ അങ്ങ് വരുവാണ്.
പക്ഷെ ആണെങ്കിലോ സച്ചിയെ കണ്ട ആ ഒരു മതിമറന്ന രസത്തിൽ സ്നേഹ ബാക്കി വന്നത് കണ്ടതുമില്ല. പെട്ടെന്നാണ് ധനുഷ് എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. ധനുഷ് അങ്ങ് പേടിച്ച് പോയി ഫോൺ അപ്പോഴത്തേക്ക് എന്താ കയ്യിൽ നിന്ന് എടുത്ത് അങ്ങ് മാറ്റുക. സ്നേഹയുടെ സ്വരം കേൾക്കുമ്പോൾ മിന്നൽ ബിജു അവിടെ തന്നെ ഫോൺ അങ്ങ് അപ്പോഴേ കട്ട് ചെയ്യുക. അതായത് ഇയാൾക്ക് പണി വേണ്ട എന്ന രീതിയിൽ അങ്ങ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ധനുഷ് ഫോൺ ബാക്കി മറച്ച് പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ സ്നേഹയ്ക്ക് എന്തോ ഒരു ഡൗട്ട് വന്നു. ധനുഷിന് എന്തോ ഒരു ഭയങ്കര വെപ്രാളം പോലെ എന്തോ ഒരു പേടിയുണ്ടല്ലോ. എനിക്കൊരു വെപ്രാളമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താണ് കൂളായിട്ട് സംസാരിക്കാൻ ഇച്ചയൊക്കെ ശ്രമിക്കുന്നത്. ധനുഷിൻ്റെ മുഖത്തിനകത്തുള്ള കള്ള ലക്ഷണങ്ങളൊന്നും ഒരു രീതിയിലും മായുന്നില്ല. സ്നേഹ എന്താ എൻ്റെ പിറകെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേ, ഒന്നും മിണ്ടിയത് പോലും ഇല്ല. അല്ല ധനുഷിനെ എല്ലാവരും അന്വേഷിക്കുന്നത്, എന്താ ഇങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കുന്നത്, അകത്തേക്ക് വാ എല്ലാവരും ചോദിക്കുന്നത് പറയുമ്പം ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് സ്നേഹ അകത്ത് പോയിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ പിറകെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹ അകത്ത് പറഞ്ഞു വിട്ടിട്ട് ധനുഷ് എന്താണ് അകത്തേക്ക് ചെല്ലാൻ നിൽക്കുമ്പോഴത്തേക്ക് അവന്തികയുടെ എൻട്രിയാണ്. അപ്പോൾ ഇവൻ്റെ ഈ ഭാര്യയായ അവന്തിയെ കണ്ടതും ഇവൻ എന്താണെന്നറിയോ അവിടെ അങ്ങ് തമ്പടിച്ച് നിൽക്കുക. അപ്പോഴത്തേക്ക് അവന്തി അറിയോ, ഓ നാളെ മണവാളനാവാൻ പോകുന്ന ആലോചിച്ച് ഇന്ന് തന്നെ പൂത്തോലഞ്ഞ് നിൽക്കുമായിരിക്കും, നാളെ രാത്രി എന്തൊക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ച് നിൽക്കുമായിരിക്കും എന്ന് പറയുമ്പം നീ അതൊന്നും പറയല്ലേ, എൻ്റെ സന്തോഷത്തിന് കാരണമൊക്കെ മറ്റൊന്നാ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ബിജു ക്ലീനായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ എന്നെ വിളിച്ച് വീഡിയോ കോളിൽ കാണിച്ചു തന്നതേ ഉള്ളൂ സച്ചിദാനന്ദൻ്റെ ആ ഒരു കിടപ്പ്. എന്തായാലും അതൊരു അടിപൊളി രസം തന്നെ. പക്ഷേ നമ്മളിപ്പം കുറേ പ്രജകളെയാണ് ഈ വെട്ടിയിരിക്കുന്നത്. നേതാവ് ഇപ്പോഴും അകത്ത് തന്നെ എന്താണ് സുരക്ഷിതമായി ഇരിപ്പുണ്ട്. നേതാവിനെ നമ്മളൊന്നും ചെയ്യില്ല. അപ്പം അവധി പറയുക, നേതാവിനെ നമ്മൾ ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സച്ചിദാനന്ദനെ കാണാനില്ല എന്നുള്ള കാര്യം കാട്ടുതീ പോലെ പടരും. പിന്നെ അനൂപിൻ്റെ കാര്യം സച്ചിയുടെ കാര്യം എല്ലാം കൂടെ ആകുമ്പം അവൾ ഇനി എന്ത് തകരായിരിക്കുന്നത്. അർച്ചന നല്ല പോലെ തകർന്ന് ഇവിടെ തന്നെ കുത്തിയിരിക്കും. ഇനി അർച്ചനയ്ക്ക് ഒന്നിനും ശേഷി കാണത്തില്ല എന്ന് അവന്തിക്ക് ഇവിടെ പറയുവാണ് ധനുഷുണ്ട്. അപ്പോൾ ആ ധനുഷായിട്ട് എന്തായാലും നീ എന്നോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് നാളെ സ്വസ്ഥമായിട്ട് സ്നേഹ വിവാഹം കഴിക്കാം. ഇനി തടസ്സങ്ങളായിട്ട് ആരും തന്നെ മുന്നിലില്ല. എന്തായാലും ക്ലീൻ ആൻഡ് ക്ലിയർ ആയി ഇനി ധനുഷിനെ നാളെ സ്നേഹ വിവാഹം കഴിക്കാനുള്ള സർവ്വ റൂട്ടും എന്തായാലും പാരകളെ ഓരോന്നായി വെട്ടി വീഴ്ത്തി. എന്തായാലും ഞാൻ ഇന്ന് ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങുമെന്ന് പറയുമ്പം അത്ര ഹാപ്പി ആവാൻ വരട്ടെ. ഇനിയിപ്പം സച്ചിദാനന്ദനെ കാണാനില്ലെന്ന് പറയുമ്പം ഈ കുടുംബത്തിലെ മോനാണ്, പ്രിയപ്പെട്ടവനാണ് സേതുമാധവൻ. ഈ ഒറ്റൊരു കാര്യം പറഞ്ഞ് അതുപോലെ നന്ദനും ഈ ഒരു കാര്യം കൊണ്ട് സച്ചിയെ കാണാത്ത കൊണ്ട് ഈ കല്യാണം വേണ്ട എന്ന് നാളെ വെക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ഡിസിഷനിലേക്ക് നന്ദനോ സേതുമാധവനോ എത്താതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്ത് വന്നാലും ഈ കല്യാണം നടക്കണം എന്ന ഒറ്റ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ പിടിച്ചിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ അതുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോഴത്തേക്കും എന്താണ് സച്ചി അവിടെ കിടന്ന് എന്താണ് കെട്ടിയിട്ടിരിക്കില്ലേ. അപ്പോൾ സച്ചിക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ സച്ചിക്ക് എന്ത് സംഭവിച്ചതാണ് ഇത്രയും നേരം ടെൻഷൻ. അപ്പോൾ സച്ചിക്ക് ബോധം വന്ന് സച്ചി എന്താണ് ഹലോ ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം മേളിൽ നിന്ന് ഈ ഗുണ്ടകളുടെ സംഘത്തിലുള്ളവരായിരിക്കും. ഓ ഇവൻ ഭയങ്കര പണിയാണെന്നല്ലോ, ഇവൻ കടന്ന് ഭയങ്കര ചലിക്കുന്നത്. അവൻ ചലിച്ചാൽ അവൻ തന്നെ ബോധം കെട്ട് എന്താണ് അവൻ വീണോളും എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി കുറേ നേരം വിളിച്ചിട്ട് ആരും കേൾക്കാതാകുമ്പോൾ സച്ചി ക്ഷീണിതനായി തന്നെ എന്താണ് സച്ചി പിന്നെ എന്താണ് വീണ്ടും അങ്ങ് മയക്കത്തിലേക്ക് പോവുകയാണ്. ശരിയിലാണെങ്കിലോ സച്ചിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ സർവ്വ ടെൻഷനകത്താണ് സേതുമാധവനും ബാക്കി എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ താഴെ എന്താണ് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്, ധനുഷ് ഉൾപ്പെടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് അർച്ചന അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്നോട് വല്ല അവൻ വിളിച്ച് പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ് ആയി വെച്ചിട്ട് അവൻ എവിടെ പോയി കിടക്കുന്നത്, നാളെ രാവിലെ അവൻ്റെ പെങ്ങളുടെ കല്യാണം, സ്വന്തം പെങ്ങളല്ലേ, ഇങ്ങനെയാണോ അവൻ കാണിക്കുന്നത്. അതിൻ്റെ സച്ചിയെക്കുറിച്ച് സർവ്വത്ര കുറ്റം പറയുമ്പോൾ അച്ഛനെ പറയുന്നത്, അച്ഛാ എന്നോട് പറഞ്ഞ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയോ പറഞ്ഞു, പിന്നെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴത്തേക്ക് അർച്ചന പറയുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നു, സച്ചിയേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അവന്തിക പറയുവാണ്, സച്ചിയുടെ ഫോൺ ചിലപ്പോൾ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയതായിരിക്കും, നീ അതിനകത്തൊന്നും പേടിക്കണ്ട. അതിനെ ഏറ്റവും പിടിച്ചുകൊണ്ട് എന്താണ് ഈ ധനുഷും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും പാവ അനക്കെ ഒന്നും അറിയാതെ ചിലപ്പം സച്ചിയേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കും. അവൻ സ്ഥിരം വരുന്ന വഴിയൊക്കെ തന്നെയല്ലേ, അവനറിയാം അർച്ചന എന്തിനാ ഈ കിടന്ന് ടെൻഷൻ ആവുന്നൊക്കെ പറഞ്ഞ് അവന്തിക്ക് അവിടെ കൂടുതൽ അങ്ങ് സംസാരിക്കാം. അപ്പം അർച്ചനയ്ക്ക് എന്താണ് അവന്തിക പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര ആലോചന. കാരണം എന്തുമാത്രം വഞ്ചനയും ചതിയും ചെയ്യാൻ അറിയുന്ന ഇതുപോലത്തെ ഒരു സ്ത്രീ ഇല്ലല്ലോ എന്നുള്ള മട്ടിൽ അർച്ചന അങ്ങ് നോക്കുമ്പം അവന്തികയുടെ ആ സംസാരം അവന്തിക അതോടങ്ങ് നിർത്തുക. അപ്പോഴത്തേക്ക് നന്ദനോട് പറയും, നീ ഓഫീസിൽ വിളിച്ച് ചോദിക്കും നന്ദ, ഇനി അവൻ അവിടെ എങ്ങാനും പോയിരിക്കണോ രാത്രി, നമ്മളെ എന്താണ് വിഷമിച്ചല്ലേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാനായി കുറേ മക്കളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ എന്താണ് നന്ദൻ വിളിക്കുമ്പോൾ ഓഫീസിനകത്തില്ല, സച്ചി നേരത്തെ തന്നെ ഇറങ്ങി. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, സച്ചിയുടെ സന്ദീപിനെയും കൊണ്ട് തന്നെ ഇവിടെ വരത്തുള്ളൂ എന്ന് ഉറപ്പ് പറഞ്ഞതാണ്, സച്ചിയുടെ എന്താ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു, പിന്നെയാണ് ഫോൺ കിട്ടാത്തത്, എനിക്കെന്തോ പേടിയാണെന്ന് വെച്ചാൽ സച്ചിയുടെ എന്തോ സംഭവിച്ചു. അപ്പോൾ എല്ലാവരും ടെൻഷനാകും. ഇത് കേട്ട് സേതുമാധവനും ഭയങ്കര ടെൻഷൻ. അപ്പോൾ ലാസ്റ്റ് നന്ദൻ പറയാം, അച്ഛാ
അച്ഛൻ ടെൻഷൻ ആവേണ്ട, അച്ഛൻ എന്താണ് റൂമിൽ പോയി ടെൻഷൻ ആവണമെന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹ പറയുക, സച്ചിയേട്ടൻ ഒന്നും പറ്റി കാണത്തില്ല അച്ഛൻ, സച്ചിയേട്ടൻ ഒന്നും പറ്റി കാണില്ല, സച്ചിയേട്ടൻ സ്ഥിരം വരുന്ന വഴിയൊക്കെ അല്ലേ എന്ന് ഏട്ടത്തെ പറഞ്ഞില്ലേ, സച്ചിയേട്ടൻ എന്താണ് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയതായിരിക്കും, സച്ചിയേട്ടൻ ഉടൻ തന്നെ വരും, സച്ചി ഏത് സമയത്ത് വന്നാലും എത്ര പാതിരാത്രിയായാലും എൻ്റെ റൂമിൽ വന്ന് എന്നെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് സേതുമാധവൻ റൂമിൽ കയറി പോവാണ്. അപ്പോൾ സേതുമാധവനെ ആശ്വസിപ്പിച്ച് വിടുന്നത് സ്നേഹയാണ്. അതായത് അച്ഛാ സച്ചിയേട്ടൻ ഉറപ്പായിട്ട് വരും, സച്ചിയേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല, സച്ചിയേട്ടൻ വരുമ്പോൾ എത്ര വൈകിയാലും ഞാൻ അച്ഛനെ വന്ന് ഞാൻ ഉണർത്താം, സ്നേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ധനുഷ് എന്താണെന്നറിയോ, കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവോ എന്നൊരു മട്ടും കൂടെ പേടിയും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് അർച്ചന ലാസ്റ്റ് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സച്ചിയേട്ടൻ എവിടെയാണെന്ന് അന്വേഷിച്ച് തരാൻ വേണ്ടി നോക്കുന്നില്ല. അർച്ചന കരഞ്ഞുകൊണ്ട് മേളിൽ കയറി പോകുമ്പോഴത്തേക്കും പിറകെ തന്നെ എന്താണ് അനക്ക പോയി അങ്ങ് അർച്ചനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും അർച്ചന എന്താണ് ബെഡ്റൂമിൽ നിന്ന് ഭയങ്കര കരച്ചിലാണ്. കാരണം സച്ചിക്ക് എന്തോ ഒരു എന്താണ് ഇഷ്യൂ പറ്റി, അപ്പം കിഡ്നാപ്പ് ചെയ്തെന്നുള്ള കാര്യം അർച്ചന അറിയുന്നില്ലല്ലോ. കാരണം ഇവർ എന്തിനും തുനിയുന്നുള്ളതിൻ്റെ ആ ഒരു പേടിയും കൂടെ ഉള്ളതുകൊണ്ട് അർച്ചനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോഴത്തേക്കും എന്താണ് നന്ദനും സച്ചിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊരു രീതിയിൽ തന്നെ ടെൻഷൻ നിൽക്കുമ്പോഴത്തേക്കും നന്ദൻ്റെ മനസ്സ് മാറ്റിയെടുക്കുവാണ് ഈ അവന്തികയും ധനുഷും കൂടെ ചെന്ന്. അവന്തിക ഒന്നും പറയുന്നില്ല, അവന്തിക ധനുഷ് ഒന്ന് കണ്ണു കാണിക്കുന്നത്, നീ പറ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദനോട് വന്നിട്ട്, സാർ ഞാൻ പറയുന്നതുകൊണ്ട് സാർ ഒന്നും വിചാരിക്കരുത്, സച്ചി സാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല സാർ, ഈ കളിക്കുന്നതൊക്കെ നാടകമാണ് സാർ, നാളത്തെ കല്യാണം മുടക്കാൻ അവർ പല രീതിയിൽ നോക്കി, എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി, എന്നിട്ടൊന്നും കല്യാണം മുടക്കുന്നില്ല. അതാ ഇന്ന് രാവിലെ വരെ പോലും അച്ഛൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ സച്ചി സാർ ഓഫീസിൽ വരെ പോയി പ്രതിഷേധം കാണിച്ച്. അപ്പോൾ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഇനി ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ച് സച്ചി സാറിനെ കാണാനില്ല എന്നൊരു ഡ്രാമ കളിക്കുമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അർച്ചന മാഡം ഈ കളിക്കുന്നത്. പെട്ടെന്നൊന്നും അർച്ചന മാഡം എന്താണ് സച്ചി സാറിനെ കാണുന്നില്ല, സച്ചി സാർ ഫോൺ എടുക്കാത്തപ്പോഴത്തേക്കും സച്ചി സാറിന് എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത് നാടകമാണ് സാർ. നാളത്തെ കല്യാണം മുടക്കാൻ അവർ അവസാനം നോക്കുന്ന ഒരു അടവെന്ന് പറയുമ്പോൾ നന്ദൻ്റെ മനസ്സ് ചെറിയ രീതിയിൽ മാറുന്ന കാണിച്ചാണ് ഇനി അടുത്ത കാണാൻ പോകുന്ന മാംഗല്യ സീരിയൽ എപ്പിസോഡ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന മാംഗല്യ സീരിയൽ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസും ഷെയർസ് ലൈക്സ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.